ഇപ്പോൾ ഈ സൂചിപ്പാറ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് വനമേഖലയാണ് അല്ലേ, വലിയ ഒരു ദുഷ്കരമായ ദൗത്യമാണ്. എങ്ങനെയാണ് വനവകുപ്പ് വേണം ആ കാര്യങ്ങൾ അവിടെ ചെയ്യാനും അല്ലേ, എങ്ങനെയാണ് ആ കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോൾ കാലാവസ്ഥയിടയ്ക്ക് പ്രതികൂലമായിരുന്നു എയർലിഫ്റ്റൊക്കെ. റവന്യൂ മിനിസ്റ്റർ ബഹുമാനപ്പെട്ട രാജൻ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ സൂചിപ്പാറ മേഖലയിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്താനാണ് ഇന്ന് തീരുമാനിച്ചത്. 12 പേരടങ്ങുന്ന ഒരു സംഘത്തെയാണ് അതിന് നിയോഗിച്ചിട്ടുള്ളത്. ആ സംഘത്തിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫോറസ്റ്റ് തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ പ്രതിനിധികളും ഉൾക്കൊള്ളുന്നുണ്ട്. പ്രാദേശിക സഹകരണം ഉറപ്പുവരുത്താനും അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ ഒരു സമഗ്രമായ പരിശോധനയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കതിന് പരിപൂർണതയിലെത്തിക്കണം. അത് എത്രയും വേഗം കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള കണക്ക് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയൂ. ആ കണക്ക് പുറത്ത് വരുമ്പോൾ ചിലർക്ക് ചിലത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാകും, അത് ശരിയല്ലെന്നോ തെറ്റെന്നോ. അപ്പോൾ അതും കൂടി കേട്ട് നമ്മൾ അതൊന്ന് വിലയിരുത്തി അപ്പോൾ മാത്രമേ അന്തിമ പട്ടികക്ക് പൂർണ്ണത കൈവരികയുള്ളൂ. അപ്പോൾ അതുവരെ മാധ്യമപ്രവർത്തകർ ക്ഷമിക്കണം. നമുക്ക് അന്തിമ പട്ടിക വരെ നമ്മളിപ്പോൾ പറയുന്നൊന്നും അന്തിമ പട്ടികയല്ല. നമ്മൾ കിട്ടിയ വിവരം വെച്ചിട്ട് അടിസ്ഥാനത്തിലുള്ള വിശദീകരണമാണ് നമ്മൾ നൽകുന്നത്. അപ്പം ഞങ്ങളൊരു വിശ്വാസം നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നല്ല ഏകോപനമുണ്ട്. ഒരു പ്രയാസവും ആർക്കും ഇല്ലാത്ത വിധത്തിലുള്ള പ്രവർത്തന പരിപാടികളാണ് രൂപീകരിച്ചത്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ കഴിഞ്ഞ ആഴ്ചയും നമ്മളിവിടെ വന്ന് നോക്കിയത്. പക്ഷേ ഇന്ന് ഈ നല്ല വെളിച്ചത്തിൽ കാണുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത ഞങ്ങളെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പൊട്ടിക്കരയേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഞങ്ങൾക്കങ്ങനെ ഒരു ദുർബല മനസ്സക്കരാവാൻ പാടില്ല. ഞങ്ങളിത് നേരിടാൻ നേതൃത്വം കൊടുക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ധീരതയോട് നേരിടുക എന്നൊരു ഇതാണ്. അപ്പോൾ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കേണ്ടത് ഈ വെല്ലുവിളി ധൈര്യമായി നേരിടുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി.